ശ്രീ അരുൺകുമാർ, ഇവിടെ നമുക്ക് ഈ കേരളവുമായിട്ടുള്ള അവഗണനയൊക്കെ മാറ്റി അത് നമ്മൾ ആവശ്യത്തിൽ ചർച്ച ചെയ്തു എന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഈ പൊതുവിൽ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ നേരത്തെ കൊടിക്കുന്ന് സുരേഷിന് മറുപടിയായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. അതായത് കോൺഗ്രസ് സർക്കാരുടെ കാലത്തും ഇടതുപക്ഷം വലിയ സമരത്തിലായിരുന്നു കേന്ദ്ര സർക്കാരുകളോട്. അക്കാലത്തും കോൺഗ്രസ് കേന്ദ്ര സർക്കാരുകളും കേരളത്തോട് അവഗണനയാണ് കാണിച്ചിരുന്നത് എന്ന് പറഞ്ഞ് വലിയ സമരങ്ങളും ചർച്ചകളും ഒക്കെ അക്കാലത്ത് നടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുകൾ അങ്ങനെ നടത്താറുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പൊതുവിൽ നമ്മൾ ബജറ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നികുതി പരിധി ഉയർത്തിയത് ആണെങ്കിൽ അങ്ങനെ, ഈ ക്യാൻസർ മേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞാണെങ്കിൽ അങ്ങനെ, കുറെ കൂടെ പൊതുസമൂഹത്തിനായി ഗുണം ചെയ്യുന്ന ഇത്തരം ചില കാര്യങ്ങളെങ്കിലും അതിനകത്തുണ്ട് എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റുമോ? നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ കോർപ്പറേറ്റുകളുടെ ടാക്സ് അല്ലെങ്കിൽ ബജറ്റാണ് എന്ന്. അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് എന്ന പോലെ പറയാവുന്ന ഒരു നില ഇന്നത്തെ ബജറ്റിലുണ്ടോ ശ്രീ അരുൺകുമാർ? യഥാർത്ഥത്തിൽ ഇതിലിപ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ചു 2% ആളുകൾ മാത്രമാണ് ആദായ നികുതി കൊടുക്കുന്നത്. അതിൽ ആദായ നികുതിയുടെ പരിധി വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രയോജനം കിട്ടുക മാസം 1 ലക്ഷത്തിലധികം നികുതി കൊടുക്കാൻ വരുമാനമുള്ളവർക്കാണ്. മാസം 1 ലക്ഷം രൂപ വരുമാനം, മറ്റ് ചെലവുകളെല്ലാം കഴിഞ്ഞ് നികുതി കൊടുക്കേണ്ട തുക 1 ലക്ഷം രൂപയിലധികം വരുന്ന എത്ര ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രയോജനമുണ്ട്, ആ പ്രയോജനം അവർ ഉപയോഗിച്ചോട്ടെ. പക്ഷേ മറ്റേതു മേഖലയിലുള്ളവർക്കാണ് ഈ ബജറ്റ് കൊണ്ട് ഗുണം എന്നതാണ് ഗൗരവമായി ചോദിക്കേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ കേരളത്തിൽ റബ്ബറിന്റെ നാളികേരം, നെല്ല്, കാർഷിക മേഖലയുടെ ഉത്തേജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഈ രാജ്യം കാണുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം കർഷകരുടെ സമരം തന്നെയാണ്. കർഷകർക്ക് കൊടുത്ത വാക്കെന്തായിരുന്നു? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും എത്ര രൂപയാണോ ചെലവാകുന്നത് അതിന്റെ പകുതി കൂടി താങ്ങുവിലയായി നിശ്ചയിക്കുമെന്ന ആ ആവശ്യം ഇതുവരെ ആ പ്രോമിസ് നടപ്പാക്കാത്തത് കൊണ്ടല്ലേ കർഷക സമരം ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമായി പല ഘട്ടത്തിൽ രാജ്യത്ത് ഉയർന്നു വന്നത്. ആ സമരത്തെ, ആ പ്രോമിസിനെ അഡ്രസ് ചെയ്യാൻ എന്ത് കാര്യമാണ് ഈ ബജറ്റിൽ മുന്നോട്ട് പെട്ടെന്ന്? അതായത് തൊഴിലുറപ്പ് പദ്ധതി കുറച്ച തുകയുണ്ട്, അതിലേക്ക് പോലും ഈ വർഷം വന്നിട്ടില്ല. കാരണം കാലഘട്ടം പുരോഗമിക്കുമ്പോൾ ആ അനുവദിക്കുന്ന തുകയിൽ ഒരു നേരിയ വർധനവ് വേണ്ടേ? തൊഴിലുറപ്പ് പദ്ധതി കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും അതിനകത്ത് കണ്ടില്ല എന്നാണ് പൊതുവിലുള്ള ആക്ഷേപം. ശ്രീ ഗോപാലകൃഷ്ണൻ, നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ വഴിയോര കച്ചവടക്കാരുണ്ടല്ലോ, ഈ വഴിയോര കച്ചവടക്കാർ സാധാരണക്കാരല്ലേ? അവർക്ക് 10,000 രൂപ ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് 30,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് കൊടുത്തതല്ലേ? ഒന്ന്. രണ്ടാമത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ്, അത് 5 ലക്ഷമായിരുന്നു, അതായത് 3% പലിശക്ക്, അതിപ്പോൾ 10 ലക്ഷമായി. അത് സാധാരണക്കാർക്കുള്ളതല്ലേ? മാത്രമല്ല PM ധനധാന്യ യോജന പ്രകാരം 100 ജില്ലകൾ തെരഞ്ഞെടുത്തിരുന്നു. ഈ കേരളത്തിൽ ജില്ല വരും, 100 ജില്ലകൾ തെരഞ്ഞെടുത്തിട്ട് ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ സമയമാണ്, നിങ്ങൾ സംസാരിക്കല്ലേ പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വഴിയോര കച്ചവടക്കാരുടെ കാര്യം ഞാൻ സംസാരിച്ചു. കർഷകർക്ക് MSPയുടെ 10 ലക്ഷമാണ് കേവലം 3% പലിശക്ക്. കർഷകർ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് കർഷക മേഖലയിൽ ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുന്നത്. കർഷകർ വിളവുണ്ട്, അവരുടെ വിളയ്ക്ക് പൈസ കിട്ടണമെങ്കിൽ മണ്ടികൾ മാറണം, മണ്ടികൾ ഇല്ലാതാവണം. ആ മണ്ടി മാർക്കറ്റുകൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വന്നവരാണിവർ. ഈ മണ്ടി മാർക്കറ്റിലെ കുറെ മുതലാളിമാരിരുന്ന് തീരുമാനിക്കുകയാണ് വില. അത് മാറ്റണമെന്ന് ഞങ്ങൾ പൊതു മാർക്കറ്റിൽ വന്നപ്പോൾ